പ്രേക്ഷകരെ ഞങ്ങൾ കുത്തിയിരുന്ന് എണ്ണി നോക്കി എത്ര സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസിന് കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അത് ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങളടക്കം എല്ലാം കൂടി നോക്കിയപ്പോൾ 26 സീറ്റുകളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 26 സീറ്റുകളിൽ അതിവേഗം തീരുമാനമെടുക്കുകയാണ് UDF നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അത് ചെറിയ വെല്ലുവിളിയല്ല, ഇറാന്റെ മുന്നിലുള്ള വെല്ലുവിളി പോലെ ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ അതിനെയും കണക്കാക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തെയും അതിജീവിക്കും എന്നുള്ളതാണ്. പരമാവധി നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയായിരിക്കും കാര്യങ്ങൾ വരിക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാവരും കണ്ണും നട്ടിരിക്കുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ലെങ്കിൽ, കെ സുധാകരൻ ഇടഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പല സീറ്റുകളിലും കോൺഗ്രസിന്റെ അവസ്ഥ 2021 പോലെ മോശമാവും. പക്ഷേ അതുകൊണ്ട് കെ സുധാകരനെ പരമാവധി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അനുനയത്തിൽ ഈ നിമിഷം വരെയും വീണിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷിപാലുണ്ട്. കണ്ണൂരിലെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് അറിയിക്കുന്നത്, UDFിലെ എല്ലാ പ്രധാനപ്പെട്ട ബ്രേക്കുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റോഷിപാലും നോബൽ മാരിക്കാരനും കൂടിയാണ്. അപ്പോൾ നമ്മൾ റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. റോഷി, കെ സുധാകരന് സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കെ സുധാകരൻ കണ്ണൂരിൽ ഉണ്ടാക്കിയേക്കാവുന്ന നഷ്ടം വലുതായിട്ട് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. നാളെ കെ സുധാകരൻ ദില്ലിയിലേക്ക് പോകുന്നു. രമേശ് ചെന്നിത്തല വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ സുധാകരൻ അയയുന്നില്ല. പക്ഷേ കെ സുധാകരന് സീറ്റ് കൊടുക്കേണ്ടെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ നിന്ന് ഹൈക്കമാൻഡ് പിന്നോക്കം പോകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? കെ സുധാകരൻ മത്സരിച്ചാൽ സമാന സീറ്റ് മോഹികളായ മറ്റ് MP-മാർ അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് ഇവരും കളത്തിലിറങ്ങുമോ? റോഷിപാൽ. അരുൺകുമാർ, കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ്. ആ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇന്നലെ രമേശ് ചെന്നിത്തലയാണ് ടെലിഫോണിൽ സംസാരിച്ച് ദില്ലിയിലേക്ക് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചത്. അങ്ങനെ നാളെ കെ സുധാകരൻ ദില്ലിയിലെത്തും. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ആ തീരുമാനത്തിൽ പാർട്ടി നേതൃത്വം അനുവാദം നൽകുമെന്ന ആത്മവിശ്വാസം കെ സുധാകരനും സുധാകരന്റെ അനുയായികൾക്കുമുണ്ട്. ഏതായാലും സുധാകരന് മാത്രം ഒരു ഇളവ് നൽകി മത്സരിപ്പിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചാൽ ഒരുപക്ഷെ MK രാഘവനും അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളും കളത്തിലേക്ക് ഇറങ്ങാൻ അവർ തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരൊക്കെ മത്സരിക്കാനുള്ള സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ കോഴിക്കോട് ഇനി MK രാഘവന് അനുവാദം നൽകിയാലും മത്സരിക്കാൻ സീറ്റില്ല. കാരണം മറ്റ് സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. കണ്ണൂരിൽ കെ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമാകാത്ത ഒറ്റ കാരണത്താൽ ആ ജില്ലയിലെ ഒറ്റ സീറ്റിലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടൂർ പ്രകാശ് ആണെങ്കിൽ മത്സരിക്കാൻ ഉറച്ച് പ്രാഥമികമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശിവഗിരി മഠമടക്കം അടൂർ പ്രകാശിനും കെ സുധാകരന് വേണ്ടി രംഗത്ത് വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഏതായാലും ഇന്നും നാളെയും നിർണായകമാണ്. കെ സുധാകരനും അനുയായികളും ഇനി സീറ്റില്ലെങ്കിൽ ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന് ഒട്ടും വ്യക്തമല്ല. ആദ്യഘട്ടത്തിൽ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടതാണ്. സമാനമായി ചുവരെഴുത്ത് തുടങ്ങാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല വിളിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനുശേഷം തൽക്കാലത്തേക്ക് ചുവരെഴുത്ത് നടത്തിയില്ലെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ അതിൽ പേരില്ലെങ്കിൽ കെ സുധാകരൻ പൊട്ടിത്തെറിക്കും. അത് ഒരു വലിയ വിമത നീക്കത്തിന് തുടക്കമാവുകയും കണ്ണൂർ ജില്ലയിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അനുനയ നീക്കം സജീവമാക്കുന്നത്. അരുൺകുമാർ. ഓക്കെ റോഷി.